പ്രാർത്ഥന. ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പാണ്, ഒരു മരത്തടിയാണ് പ്രാർത്ഥന എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ലാ തഅജിസു ഫി ദുആ, നിങ്ങൾ ദുആയിൽ ദുർബലരാകരുത്, ശക്തമായി പ്രാർത്ഥിക്കുക. ഐശ്വര്യത്തിനും പ്രയാസത്തിലും പ്രാർത്ഥിക്കുക, വിനയത്തോടെയും താഴ്മയോടെയും പ്രാർത്ഥിക്കുക. അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി നല്ല സമയങ്ങളിൽ, രാത്രിയുടെ 1/3 സമയത്തും ബാങ്കിനും ഇക്കാമത്തിനെടുക്കുള്ള സമയത്തും നിസ്കാരം കാത്തിരിക്കുന്ന സമയത്തും ജുമുഅ ദിനത്തിന്റെ അസറിന്റെ സമയത്തും സുജൂദിൽ കിടന്നും യാത്രയിലും പ്രയാസപ്പെടുമ്പോഴും സന്തോഷമുള്ളപ്പോഴും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. ഖുൽ, നബിയെ പറയൂ, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കുക? അള്ളാന്റെ പരിഗണനയുടെ ലിസ്റ്റിൽ നമ്മളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതുണ്ടോ? അള്ളാഹു പരിഗണിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്.